നമസ്കാരം. നമ്മുടെ പുതിയ വീട്ടിൽ വന്നേക്കുക. ഇനിയും നമ്മുടെ പുതിയ വീട്ടിലെ വീഡിയോ ആണ് ഇടുന്നതൊക്കെ. അപ്പം ഞാൻ പറഞ്ഞില്ല, അച്ഛൻ മരിച്ചിട്ടൊക്കെ വന്നു. ഇനി നമ്മൾ ആദ്യമായിട്ട് ഇന്ന് ആ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പം അച്ഛൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഇനിയും അസ്ഥി നിബന്ധനമേ ഉള്ളൂ. അത് പിന്നെ ഇപ്പം ബാബു കഴിഞ്ഞിട്ടേ ഇനിയും കൊണ്ടുപോകുന്നുള്ളൂ. അപ്പം നമുക്കിന്ന് റാഗിയുടെ പുട്ട്, നമ്മൾ ഒരു കൂട് റാഗി മേടിച്ചിട്ടുണ്ട്. അതിവിടെ വന്ന് കണ്ടപ്പം മേടിച്ചത്. ആ റാഗിയുടെ പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഇതാണ് റാഗിയുടെ, കണ്ടോ, ഇത് റാഗിയുടെ മേടിച്ചതാണ് ഞാൻ. ഇത് പുട്ടുകുറ്റിക്കകത്തോട്ട് കൊട്ടി ആദ്യം നനച്ച് വെച്ചിട്ട് പിന്നെ പുട്ടുകുറ്റിക്കകത്തോട്ട് വെച്ച് ആവി കയറ്റിയാൽ മതി. അതിന് നമുക്കതൊന്ന് നോക്കാം. അപ്പം ഞാൻ കുറച്ച് തേങ്ങ തിരുമിക്കും. നമ്മളിവിടെ വന്നുകൊണ്ട് നമുക്കധികം പാത്രമൊന്നുമില്ല. നമുക്ക് ഈ ചീനിച്ചട്ടിക്കകത്തോട്ടൊന്ന് എടുത്ത് നമുക്കിതൊന്ന് കണ്ടിച്ചിട്ട് കണ്ടോ, സേമിയയുടെ കൂട്ടായിരിക്കും ഇത്. സേമിയയുടെ കൂട്ടാണ്. എനിക്കും അറിയത്തില്ല, ഞാനിവിടെ ഒരു കടയിൽ ചെന്നപ്പം അവിടെ നിന്ന് കണ്ട് മേടിച്ചു. അപ്പം ഇത് കണ്ടിട്ട് സേമിയ തന്നെ ഇതൊന്ന് കുഴച്ച് വെച്ചിട്ട് നമുക്ക് ഉപ്പുമാവ് അല്ല പുട്ടാണ് കുറച്ചേറെ ഉണ്ട്. വരുമ്പോൾ തേങ്ങ ഞാനത് തിരുമാൻ ചിരവ എടുത്ത് വെച്ചേക്കുന്നു. ഇനിയും തേങ്ങയും കൂടി. അപ്പം ആദ്യം നമുക്ക് ഇതിനകത്തൊരു ശകല ഉപ്പിടാം. ഉപ്പിട്ടിനി നമുക്ക് ഇത് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ച് വെക്കാം. അപ്പം നമുക്കിതൊന്ന് കുഴച്ച് ഞാനത് പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ച് വെച്ച്. എനിക്ക് തോന്നുന്നത് സേമിയയുടെ കൂട്ട് തന്നെ ആയിരിക്കും കേട്ടോ. സേമിയ പുട്ടുണ്ടാക്കുന്നത്. എന്തായാലും നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അതൊന്ന് കുഴച്ച് ഇവിടെ ഇരിക്കട്ടെ, ഒരു 10 മിനിറ്റോളം ഇരിക്കട്ടെ കേട്ടോ. നമുക്കൊരു പാത്രം എടുത്ത് അടച്ച് ഇവിടെ വെക്കും. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ തിരുമ്മി. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് തിരുമ്മിയെടുക്കാം. തേങ്ങ നമുക്ക് ഏറെ തേങ്ങ വേണം. അല്ല, തിരുമ്മി എടുത്തിട്ട് നിങ്ങളെ ഞാൻ കാണിക്കും. അപ്പം നമ്മൾ തേങ്ങ ഇത്രയും തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ എടുത്തുകൊണ്ട് വന്നൊന്ന് പുട്ട് പുഴുങ്ങാൻ വെള്ളം വെക്കാം. അപ്പം നമ്മൾ ചിരട്ടപ്പുട്ടാണ് വെക്കുന്നത്. അതുകൊണ്ട് കുക്കറിനകത്തോട്ട് കുറച്ച് വെള്ളം വെച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ മാവ് ഇതേണ്ട നമ്മൾ ഇത് വെച്ച് ഇതുപോലെ തന്നെ ഇരിക്കുന്നത്. എന്തോ സേമിയയുടെ കൂട്ട്. ഇത് വാരി വെക്കണമെന്ന് തോന്നുന്നു. നമുക്ക് വെച്ചൊന്ന് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് വെക്കുമായിരുന്നു. റാഗിപ്പുട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം ഇതെങ്ങനെയാണ്. ഓക്കെ. അപ്പം നമ്മുടെ ചിരട്ടപ്പുട്ടാണ് നമ്മളുണ്ടാക്കുന്നത്. കുക്കറിലോട്ട് വെച്ചപ്പം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങ ഇടാം. തേങ്ങ ഇച്ചിരി ഏറെ ഇടണം. എന്താണെന്ന് വെച്ചാൽ റാഗി എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ വാരി വെക്കാം. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കും കുറച്ച് തേങ്ങ, എന്നിട്ട് ഇത് വീണ്ടും ഇച്ചിരി കൂടെ വാരി. നമുക്കൊന്ന് വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമ്മളിത് മേടിച്ചിട്ടില്ലല്ലോ. ഇതിപ്പം കണ്ടിട്ട് സേമിയ തന്നെ, സേമിയയുടെ കൂട്ട് തന്നെ. അപ്പം നമുക്ക് ഇതിലോട്ട് ഞാൻ വെച്ച്. ആവി വന്നില്ല, ആവി വരണം. അപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി എടുക്കണം. നമുക്ക് ഇത്രയേ ഉള്ളൂ, ഒരു ഒടിനുള്ളൂ. അപ്പം നമുക്ക് ഇതൊന്നിരുന്ന് വേവുന്നിടം വരെ വെയിറ്റ് ചെയ്യും. അപ്പം നമ്മുടെ ചിരട്ടപ്പുട്ടിന് ആവി വരുന്നുണ്ട്. ഞാനൊന്ന് നോക്കിയിട്ട് സേമിയ ഉപ്പുമാവിൻ്റെ കൂട്ട് സേമിയ തന്നെ, സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് എങ്ങനെ അതുപോലെ തന്നെ. റൈസ് കുക്കറിനകത്ത് ചോറ് വെച്ചു പിന്നെ തിളപ്പിച്ച് വെച്ച് ഇനി അത് എല്ലാം വെക്കണം. ഉച്ചയ്ക്ക് ഒരു കൂട്ടാനും വെക്കണം. ഇപ്പം നമ്മുടെ പുട്ട് റെഡിയായിരുന്നു. നമുക്ക് തീയൊന്ന് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേണം. കണ്ട ചിരട്ട ഇത് റാഗിയുടെ ഇല്ലേ, റാഗിപ്പുട്ടാണ്. അപ്പം തേങ്ങ കുറച്ചാണ് ചൂട് സമയം. അപ്പം നമുക്ക് ഇതവിടെ ഇരിക്കട്ടെ. ഒരെണ്ണം കൂടെ കോരി വെക്കാം. ഞാൻ അടുത്ത ഒരെണ്ണം കൂടെ വെച്ച് ഇനി ഇതൊന്നും വേവട്ടെ കേട്ടോ.
അങ്ങനെ റാഗിയുടെ ഉപ്പുമാവ് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അല്ല ഉപ്പുമാവ് അല്ല, പുട്ടുണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചിട്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് എല്ലാവരും എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഓക്കെ, ബൈ.